ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഷഡ്വിംശോധ്യായം. ഇതിൽ 13ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എടുക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഷഡ്വിംശോധ്യായഃ. നാരദ ഉവാച. സ ഏകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുഗം ദ്വിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണം പഞ്ചബന്ധുരം ഏകരശ്മേകദമനമേകനീടം ദ്വികൂബരം പഞ്ചപ്രഗ്രഹണം സപ്തവരൂഥം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷുധി ഏകാദശ ചമൂനാഥ പഞ്ചപ്രസ്ഥമഗാദ്വനം. ചചാര മൃഗയാം തത്ര ദൃപ്ത ആർത്തേഷു കാർമുകഃ വിഹായ ജായാമദർഹാം മൃഗവ്യസനലാലസഃ. ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹഃ ന്യഹനൻ നിശിതൈർബാണൈർ വനേഷു വനഗോചരാൻ തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാമേധ്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യത്തെ. യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സ ലിപ്യതേ. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യത്തെ ഗുണപ്രവാഹപതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യഥഃ. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാജൈഃ ശിലീമുഖൈഃ വിപ്ലവോ ഭൂർദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. ശശാൻവരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനന്യാംശ്ച വിവിധാൻ നിനിഘ്നൻ ശ്രമമധ്യഗാത്. തതഃ ക്ഷുത്രപരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേവാൻ കൃതസ്നാനോചിതാഹാര സംവിവേശഗതക്രമഃ. ആത്മാനമർഹയാഞ്ചക്രേ ധൂപാലേപസ്രഗാദിഭിഃ സാധ്വലം കൃതസർവാംഗോ മഹിഷ്യാമാദധേ മനഃ. തൃപ്തോ ഹൃഷ്ടഃ സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ ന വ്യജഷ്ട വരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം. അടുത്ത ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ ആ പുരഞ്ജരൻ തൃപ്തനും സന്തുഷ്ടനും അഹങ്കരിച്ചവനുമായി തൃപ്തോ ഹൃഷ്ട സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ. ആ കാമാസക്തി ഉടലെടുത്തു. എന്നാൽ തൻ്റെ ആ ഗൃഹത്തിൻ്റെ ചുമതല വഹിക്കുന്നവളും സുന്ദരിയും ആയിരിക്കുന്ന ആ പത്നിയെ അവിടെ കണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത 3 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇനി ആ അർത്ഥവ്യാപ്തി വരുന്നത്. നമുക്ക് നോക്കാം. അന്തഃപുര സ്ത്രീയോ പൃച്ഛദ് വിമനാ ഇവ വേദിഷത് അപിവ കുശലം രാമാ സേശ്വരീണാം യഥാ പുരാ ന തഥൈതർഹി രോചന്തേ ഗൃഹേഷു ഗൃഹസമ്പദഃ യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നീ വാ പതിദേവതാ വ്യംഗേ രഥ ഇവ പ്രാജ്ഞഃ കോ നാമാസീത ദീനവത് കോ വർത്തതേ സാ ലലനാ മജ്ജന്തം വ്യസനാർണവേ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തീ പദേ പദേ. ഇവിടെ ചൊല്ലാം. അന്തഃപുര സ്ത്രീയോ പൃച്ഛദ്വിമനാ ഇവ വേദിഷത് അപിവ കുശലം രാമാ സേശ്വരീണാം യഥാ പുരാ ന തഥൈതർഹി രോചന്തേ ഗൃഹേഷു ഗൃഹസമ്പദഃ യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നീ വാ പതിദേവതാ വ്യംഗേ രഥൈവ പ്രാജ്ഞഃ കോ നാമാസീത ദീനവത് കോ വർത്തതേ സാ ലലനാ മജ്ജന്തം വ്യസനാർണവേ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തീ പദേ പദേ. അപ്പോൾ അല്ലയോ വേദിഷത് എന്ന് പറഞ്ഞാൽ പ്രാചീന ബർഹിസ്, അല്ലയോ പ്രാചീന ബർഹിസേ. വൈമനസ്യത്തോടുകൂടി ആ അന്തഃപുരത്തിലെ ആ സഖീജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു. എവിടെ ആ ഭാര്യ എന്നുള്ളത്? അല്ലയോ സുന്ദരിമാരെ, യജമാനത്തിയോടുകൂടിയ നിങ്ങൾക്ക് പഴയ പോലെ ക്ഷേമം തന്നെയല്ലേ? ഇപ്പോൾ ആ ഭവനത്തിൽ ഗൃഹവസ്തുക്കൾ പഴയപടി രുചിക്കുന്നില്ലേ?
ഗൃഹത്തിൽ അമ്മയോ ആ പതിവ്രതയായിരിക്കുന്ന ആ ഭാര്യയോ ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമാനായിരിക്കുന്ന ആരാണ് ദുഃഖിതനെ പോലെ കേടുവന്ന തേരിലെന്ന പോലെ ഈ ഗൃഹത്തിൽ ഇരിക്കുക? വ്യസനമാകുന്ന ആ കുടലിൽ താഴുന്ന വ്യസനമാകുന്ന കടലിൽ താഴുന്ന എന്നെ ഓരോ അടിവെപ്പിലും ഏതൊരുവൾ ആ വിവേകം വളർത്തിക്കൊണ്ട് ഉദ്ധരിക്കുന്നുവോ ആ സ്ത്രീരത്നം എവിടെ ആണ്? അപ്പോൾ ആ പത്നി എവിടെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അന്തഃപുര സ്ത്രീകളോട് ചോദിച്ചു. ദ്വിമന ഇവ വേദിഷത്. അഭിവക്കുശലം രാമാഹ. നിങ്ങൾക്കൊക്കെ കുശലം തന്നെയല്ലേ? അല്ലയോ സുന്ദരിമാരെ, നിങ്ങൾക്കൊക്കെ കുശലം തന്നെയല്ലേ? സേശ്വരീണാം യഥാപുര. ആ സഖീജനങ്ങളോടാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലയോ സുന്ദരിമാരെ, യജമാനത്തിയോട് കൂടിയ നിങ്ങൾക്ക് പഴയ പോലെ ഇവിടെയൊക്കെ ക്ഷേമം തന്നെയല്ലേ? വാ പുരഃ യഹ അപി കുശലം. ഇവിടെ ക്ഷേമം തന്നെയല്ലേ? ന തഥൈതർഹി രോചന്തേ. അപ്പോൾ ആ ക്ഷേമം തന്നെയല്ലേ? ഇപ്പോൾ ആ ഭവനത്തിൽ ഗൃഹവസ്തുക്കൾ പഴയപടി രുചിക്കുന്നില്ലേ എന്നുള്ളതാണ്. ന തഥൈതർഹി രോചന്തേ ഗൃഹേഷു ഗൃഹസമ്പദഃ. ആ ഗൃഹവസ്തുക്കൾ പഴയപടി രുചിക്കുന്നില്ലേ? പിന്നെ യതിനസ്യ ഗൃഹേ മാതാ പത്നി വാ പതിദേവത. ഗൃഹത്തിൽ ആ അമ്മയോ പതിവ്രതയായ ഭാര്യയോ ഇല്ലാന്നുണ്ടെങ്കിൽ പതിദേവത വ്യംഗേ രഥ ഇവ പ്രാജ്ഞഃ കോ നാമാസീത ദീനവത്. അപ്പോൾ അങ്ങനെ ആ പതിവ്രതയായിരിക്കുന്ന പത്നിയോ അമ്മയോ ഇല്ലാന്നുണ്ടെങ്കിൽ, ഭാര്യയോ ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമാനായിരിക്കുന്ന ആരാണ് ഇങ്ങനെ ദുഃഖിതനെ പോലെ ഈ കേടുവന്ന രഥത്തിൽ എന്ന പോലെ ആ ഗൃഹത്തിൽ ഇരിക്കുക എന്നാണ് ചോദിക്കുക. കോ വർത്തതേ സാലലന മജ്ജന്തം. ആരാണ്? കോ വർത്തത, എവിടെയാണ് വർത്തിക്കുന്നത്? ഈ പത്നി എവിടെയാണ് വർത്തിക്കുന്നത്? സാലലന മജ്ജന്തം. ആ സ്ത്രീരത്നം എവിടെയാണ് വർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കൊവർത്തതേ സാലലന മജ്ജന്തം വ്യസനാർണവേ. ഞാൻ ഈ വ്യസനമാകുന്ന കടലിൽ താഴുന്ന എന്നെ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. എന്നെ ഈ ദുഃഖക്കടലിൽ മുഴുകുന്ന എന്നെ, താഴുന്ന എന്നെ ഓരോ അടിവെപ്പിലും ഏതൊരുവൾ ആ വിവേകം വളർത്തിക്കൊണ്ട് ഉദ്ധരിക്കുന്നുവോ, ദീപയന്തി നിന്ന് വിവേകം വളർത്തിക്കൊണ്ട് ഉദ്ധരിക്കുന്നുവോ ആ സ്ത്രീരത്നം എവിടെയാണ് വർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അതിലത്തെ പദങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഹേ വേദിഷത്, അല്ലയോ പ്രാചീന ബർഹിസേ. വിമനാഹ ഇവ, വൈമനസ്യത്തോടെ. വിമനാഹ ഇവ, പൃച്ഛദ്വിമന ഇവ എന്ന് പറയുന്നത് വൈമനസ്യത്തോടെ അന്തഃപുരത്തിലെ സ്ത്രീജനങ്ങളോട്, അന്തഃപുരത്തിലെ സ്ത്രീജനങ്ങളോട് അദ്ദേഹം അപൃച്ഛത് ചോദിച്ചു. വളരെ വൈമനസ്യത്തോടുകൂടെ അന്തഃപുരത്തിലെ ആ സ്ത്രീകളോട് അദ്ദേഹം ചോദിച്ചു. ഹേ രാമാഹ, അല്ലയോ സുന്ദരിമാരെ എന്നാണ് അർത്ഥം. രാമ എന്നുള്ള ഇവിടുത്തെ പ്രയോഗം സ്ത്രീലിംഗമായിട്ടാണ്. സുന്ദരിമാരെ. സേശ്വരീണാം, തൻ്റെ യജമാനത്തിയോട് കൂടിയ വഹ, നിങ്ങൾക്ക് പുരായഥ പഴയതുപോലെ അഭികുശലം, ഇപ്പോൾ ക്ഷേമം തന്നെയല്ലേ? ഏതർഹി, ഇപ്പോൾ ഗൃഹേഷു ആ ഭവനത്തിൽ ഗൃഹസമ്പദ ആ ഗൃഹവസ്തുക്കൾ തഥാ പഴയപടി ന രോചന്തേ രുചിക്കുന്നില്ലേ? ഗൃഹേ ആ ഗൃഹത്തിൽ മാതാ പതിദേവത പതിവ്രതയായിരിക്കുന്ന പത്നി ഭാര്യയോ
യതി ന സ്യാത് ഇല്ലെങ്കിൽ, പ്രാജ്ഞഃ ബുദ്ധിമാനായിരിക്കുന്ന, കോ നാമ ആരാണ്, ദീനവത് ദുഃഖിതനെ പോലെ, വ്യംഗേ കേടുവന്ന, രഥേ ഇവ തേരിൽ എന്ന പോലെ, ഗൃഹത്തിൽ ആസീത ഇരിക്കുക. വ്യസനാർണവേ വ്യസനമാകുന്ന കടലിൽ, മജ്ജന്തം മാം താഴുന്ന എന്നെ, പതേ പതേ ഓരോ അടിവയ്പ്പിലും, യാ ഏതൊരുവൾ, പ്രജ്ഞാം ദീപയന്തി വിവേകം വളർത്തിക്കൊണ്ട്, ഉദ്ധരത്തെ ഉദ്ധരിക്കുന്നുവോ, സാ ലലന ആ സ്ത്രീരത്നം, ക്വ വർത്തതേ എവിടെയാണ്. ഇതാണ് പദങ്ങളുടെ അർത്ഥം. ഒന്നും കൂടി പറയാം. ഹേ വേദിഷത് അല്ലയോ പ്രാചീന ബർഹിസേ, വിമനാഹ ഇവ വൈമനസ്യത്തോടെ, അന്തഃപുര സ്ത്രീയ അന്തഃപുരത്തിലെ സഖീജനങ്ങളോട് അദ്ദേഹം അപൃച്ഛത് ചോദിച്ചു. ഹേ രാമാഹ അല്ലയോ സുന്ദരിമാരെ, സേശ്വരീണാം യജമാനത്തിയോടുകൂടിയ, വഹ നിങ്ങൾക്ക്, പുരായഥ പഴയതുപോലെ, അപി കുശലം ഇപ്പോൾ ക്ഷേമം തന്നെ അല്ലേ, ഏതർഹി ഇപ്പോൾ, ഗൃഹേഷു അഭവനത്തിൽ, ഗൃഹസമ്പദ ഗൃഹവസ്തുക്കൾ, തഥാ പഴയപടി, ന രോചന്തേ രുചിക്കുന്നില്ലേ, ഗൃഹേ ഗൃഹത്തിൽ, മാതാ അമ്മയോ, പതിദേവത പതിവ്രതയായിരിക്കുന്ന, പത്നീവ ഭാര്യയോ, യതി ന സ്യാത് ഇല്ലെങ്കിൽ, പ്രാജ്ഞഃ ബുദ്ധിമാനായിരിക്കുന്ന, കോ നാമ ആരാണ്, ദീനവത് ദുഃഖിതനെ പോലെ, വ്യംഗേ കേടുവന്ന, രഥേ ഇവ തേരിൽ എന്ന പോലെ, ഗൃഹത്തിൽ ആസീത ഇരിക്കുക. വ്യസനാർണവേ വ്യസനമാകുന്ന കടലിൽ, മജ്ജന്തം മാം താഴുന്ന എന്നെ, പതേ പതേ ഓരോ അടിവയ്പ്പിലും, യാ ഏതൊരുവൾ, പ്രജ്ഞാം ദീപയന്തി വിവേകം വളർത്തിക്കൊണ്ട്, ഉദ്ധരതേ ഉദ്ധരിക്കുന്നുവോ, സാ ലലന ആ സ്ത്രീരത്നം, ക്വ വർത്തതേ എവിടെയാണ്. ഇതിൽ തന്വയം വന്നിട്ട്, ഹേ വേദിഷത് വിമനാഹ ഇവ അന്തഃപുര സ്ത്രീയഃ അപൃച്ഛത്. ഹേ രാമാഹ സേശ്വരീണാം വഹ പുരായഥാ അപി കുശലം, ഏതർഹി ഗൃഹേഷു ഗൃഹസമ്പദഃ തഥാ രോചന്തേ, ഗൃഹേ മാതാ പതിദേവതാ പത്നി വാ യതി ന സ്യാത്, പ്രാജ്ഞഃ കോ നാമ ദീനവത് വ്യംഗേ രഥേ ഇവ ആസീത. വ്യസനാർണവേ മജ്ജന്തം മാം പദേ പദേ, യാ പ്രജ്ഞാം ദീപയന്തി ഉദ്ധരതേ, സാ ലലന ക്വ വർത്തതേ എന്നുള്ളതാണ് ഇതിൻ്റെ അന്വയം. ഒന്നും കൂടി പറയാം. ഹേ വേദിഷത് വിമനാഹ ഇവ അന്തഃപുരസ്ത്രീയഃ അപൃച്ഛത്. ഹേ രാമാഹ സേശ്വരീണാം വഹ പുരാ യഥാ അപി കുശലം, ഏതർഹി ഗൃഹേഷു ഗൃഹസമ്പദഃ തഥാ ന രോചന്തേ, ഗൃഹേ മാതാ പതിദേവതാ പത്നി വാ യതി ന സ്യാത്, പ്രാജ്ഞാഃ കോ നാമ ദീനവത് വ്യംഗേ രഥേ ഇവ ആസീത. വ്യസനാർണവേ മജ്ജന്തം മാം പദേ പദേ, യാ പ്രജ്ഞാം വിവേകം ഉദ്ധരത്തെ, സാ ലലന ക്വ വർത്തതേ. അപ്പോൾ അല്ലയോ പ്രാചീന ബർഹിസ്സേ, വൈമനസ്യത്തോടെ അന്തഃപുരത്തിലെ സഖീജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു. അല്ലയോ സുന്ദരിമാരെ, യജമാനത്തിയോടുകൂടിയ നിങ്ങൾക്ക് ആ പഴയ പോലെ ക്ഷേമം തന്നെയല്ലേ, ഇപ്പോൾ ആ ഭവനത്തിൽ ഗൃഹവസ്തുക്കൾ പഴയപടി രുചിക്കുന്നില്ലേ, ഗൃഹത്തിൽ അമ്മയോ പതിവ്രതയായിരിക്കുന്ന ഭാര്യയോ ഇല്ലെങ്കിൽ, ബുദ്ധിമാനായിരിക്കുന്ന ആരാണ്, ദുഃഖിതനെ പോലെ കേടുവന്ന തേരിൽ എന്ന പോലെ ആ ഗൃഹത്തിൽ ഇരിക്കുക. വ്യസനമാകുന്ന കടലിൽ താഴുന്ന എന്നെ, വ്യസനമാകുന്ന കടലിൽ താഴുന്ന എന്നെ ഓരോ അടിവയ്പ്പിലും ഏതൊരുവൾ വിവേകം വളർത്തിക്കൊണ്ട് ഉദ്ധരിക്കുന്നുവോ ആ സ്ത്രീരത്നം എവിടെയാണ്. അപ്പോൾ അല്ലയോ പ്രാചീന ബർഹിസേ, ആ പുരഞ്ജനൻ പത്നി ദർശനം ലഭിക്കാത്തതിലുള്ള മനപ്രയാസത്തോടെ അവളുടെ ആ സഖിമാരോട്, അല്ലയോ ഉത്തമ സ്ത്രീകളെ, ഭവതികൾക്കും സ്വാമിനിക്കും മുമ്പത്തെ പോലെ സൗഖ്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഗൃഹത്തിൽ മാതാവോ പതിവ്രതയായ പത്നിയോ ഇല്ലെങ്കിൽ ഗൃഹത്തിലെ സമ്പത്തുകൾ അനുഭവിക്കാൻ സുഖമില്ല.
അപ്പോൾ ചക്രം ഇല്ലാത്ത രഥം പോലെ ആണ് ആ ഗൃഹം. അവിടെ ദീനതയോടെ എങ്ങനെയാണ് ഇരിക്കുക? വ്യസനമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ എന്നെ അതാത് ദുഃഖത്തിൽ നിന്നും ഉദ്ധരിക്കുന്നവളായിരിക്കുന്ന എൻ്റെ പത്നി എവിടെയാണ്? ആ സ്വപ്നാവസ്ഥയുടെ സ്വാധീനത്തിൽ നിന്നും മോചിതനാകാത്ത അവസ്ഥാവിശേഷം തന്നെയാണ് ഇവിടെയും ആ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പ്രാചീന ബർഹിസെ, പുരഞ്ജനൻ പത്നി വിയോഗത്താൽ അസന്തുഷ്ടനെ പോലെ ആയി പത്നി സഖികളായിരിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു, സുന്ദരിമാരെ, സ്വാമിനിക്കും നിങ്ങൾക്കും ആദ്യത്തെ പോലെ കുശലം തന്നെയല്ലേ? ഗൃഹത്തിൽ അമ്മയോ പതിവ്രതയായിരിക്കുന്ന പത്നിയോ ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സമ്പത്തുകൾ പഴയതുപോലെ ഇഷ്ടപ്പെടുകയില്ല. എന്തെന്നാൽ ചക്രമില്ലാത്ത തേരിൽ ഏതു വിവേകിയാണ് ദീനനായിട്ടിരിക്കുക? വിവേകം പ്രജ്വലിപ്പിച്ചുകൊണ്ട് വ്യസന സമുദ്രത്തിൽ ആണ്ടുകിടക്കുന്ന എന്നെ ഓരോ ഘട്ടത്തിലും ഉദ്ധരിക്കുന്ന ആ സുന്ദരിയായിരിക്കുന്ന സ്ത്രീ ഇപ്പോൾ എവിടെയാണ് എന്നതാണ് ചോദിച്ചത്. അപ്പോൾ ആ ഭാര്യാന്വേഷണ കാരണത്തെയും തൽക്കാലാവസ്ഥയെയും പറയുന്നു. ഹേ പ്രാചീന ബർഹിസായുള്ളവനെ, രാജാവിന് ആഹാരാദികളിൽ തൃപ്തിയും സന്തോഷവും ഉണ്ടായപ്പോൾ അഹങ്കാരവും തന്നിമിത്തം മന്മഥവികാരവും ഉണ്ടായിട്ടാണ് ഭാര്യയെ അന്വേഷിച്ചത്. ഗൃഹകാര്യങ്ങൾ നിർവഹിക്കുന്ന ഗൃഹിണിയായിരിക്കുന്ന നായികയെ തൽക്ഷണം കാണാത്തതിനാൽ മനസ്വാസ്ഥ്യമില്ലാതെ അന്തഃപുരദാസികളോട് ചോദിച്ചു. രാജാവിൻ്റെ ചോദ്യം, ഹേ സുന്ദരികളെ, നിങ്ങൾക്കും നിങ്ങളുടെ സ്വാമിനിക്കും സൗഖ്യം തന്നെയല്ലേ? ശങ്കയ്ക്കു കാരണം എന്തെന്നാൽ ഞാൻ നായാട്ടിന് പോകുമ്പോൾ കണ്ടതുപോലെയുള്ള ശോഭനാവസ്ഥ ഈ ഗൃഹത്തിലുള്ള സാധനങ്ങൾക്കിപ്പോൾ കാണുന്നില്ല. സ്വപ്നോത്ഥിതനായിരിക്കുന്ന ജീവന് അല്പനേരം ചിത്തം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ശരീരാവയവങ്ങളെല്ലാം സ്വാധീനങ്ങളും സുഖാവഹങ്ങളും ആയിരിക്കുകയില്ല എന്ന് സൂചിപ്പിച്ച് സർവരക്ഷയെയും അന്വേഷിക്കുന്ന അമ്മയോ ഭർത്തൃവിശ്വാസമുള്ള പത്നിയോ ഇല്ലാതിരിക്കുന്ന പക്ഷം ഗമന സാധനങ്ങളായിരിക്കുന്ന ചക്രാദികൾ ഇല്ലാത്ത ആ വാഹനത്തിൽ എന്ന പോലെ ഗൃഹത്തിൽ ദൈന്യത അനുഭവിച്ചുകൊണ്ട് ബുദ്ധിമാനായ ഏതൊരുവനെങ്കിലും ഇരിക്കുമോ ഉള്ളതാണ് ഈ ശ്ലോകങ്ങളിലൂടെ ചോദിക്കുന്നത്. അപ്പം നമുക്ക് അതിലത്തെ വ്യാഖ്യാനം നോക്കാം. നമുക്ക് പുരേവ തദാ താമദൃഷ്ടാദാസീ പപ്രച്ഛ. അപ്പോൾ അവിടെ കണ്ട ആ ദാസിമാരോട് അദ്ദേഹം ചോദിച്ചു. തദാ താമദ്രഷ്ടാദാസീ പപ്രച്ഛ. ഹേ ദാസ്യ, അല്ലയോ ദാസിമാരെ, പുരേവ ഗൃഹസമ്പദോ, ഈ ഗൃഹത്തിലുള്ള സാധനങ്ങളെ, ഗൃഹവസ്തുക്കളെ നാദ്യരോചന്തേ, നിങ്ങൾക്കിപ്പോൾ രുചിക്കുന്നില്ലേ? യതി മാതാപത്നിയാസ്യാൽ, മാതാവോ പത്നിയോ ഇല്ലെങ്കിൽ തർക്കി, അവിടെ ചക്രാദിഹീനേ, ചക്രമില്ലാത്ത രഥം, ഇവ ഗൃഹേ കഹ, ചക്രമില്ലാത്ത രഥം പോലെ ആ ഗൃഹം എങ്ങനെ കഹ ആസി, അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? യതി മാതാപത്നി വാ നസ്യാൽ, മാതാവോ പത്നിയോ ഇല്ലെങ്കിൽ തർഹി ചക്രാദിഹീനേ, അപ്പോൾ ആ ചക്ര ഇല്ലാത്ത രഥത്തെ പോലെ ആ ഗൃഹം എങ്ങനെ ഉണ്ടാവും? ആസി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് തദാ താമദ്ദഷ്ടാദാസീ, താമദ്ദൃഷ്ട്വ, അവിടെ ആ പുരഞ്ജനൻ ആ ദാസിമാരോട് കണ്ടിട്ട് പപ്രച്ഛ, തദാ താമദ്ദൃഷ്ട്വാ ദാസീ പപ്രച്ഛ, ദാസിമാരോട് ചോദിച്ചു. ഹേ ദാസിഹ, അല്ലയോ ദാസിമാരെ, പുരേവ ഗൃഹസമ്പദോ, ഈ വീട്ടിലുള്ള ഗൃഹവസ്തുക്കള് നാദ്യരോചന്തേ, നിങ്ങൾക്ക് രുചിക്കുന്നില്ലേ? നാദ്യരോചന്തേ യതി മാതാപത്നി വാസ്യ, ഇവിടെ മാതാവോ പത്നിയോ ഇല്ലെങ്കിൽ തർക്കി, അത്
ചക്രാദീനെ ചക്രമില്ലാത്ത രഥം പോലെ ഇവ ഗൃഹേ ഈ ഗൃഹം എങ്ങനെ ആയിത്തീരും? ചക്രമില്ലാത്ത രഥം പോലെ ഈ ഗൃഹം എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ കൊണ്ടുപോകാം, ഗൃഹത്തെ കൊണ്ട് നടത്തും. ഇതി മാതാപത്നി വാമസ്യാത്തർഹി ചക്രാദിഹീനേ രഥ ഇവ ഗൃഹേ ക ആസീത്. ഇപ്പോഴത്തെ വ്യാഖ്യാനം ഒന്നും കൂടി വായിക്കാം. തദാ താമ ദൃഷ്ട്വാ ദാസീ പപ്രച്ഛ ഹേ ദാസ്യഃ പുരേവ ഗൃഹസമ്പദോ നാദ്യ രോചന്തെ ഗൃഹസമ്പദോ നാദ്യ രോചന്തെ യദി മാതാ പത്നി വാ ന സ്യാത് തർഹി ചക്രാദിഹീനേ രഥ ഇവ ഗൃഹേ കഃ ആസീത്. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. രാമ ഊചുഹു, ആ സുന്ദരിമാർ പറഞ്ഞു, നരനാഥ ന ജാനീമസ്ത്വൽപ്രിയായ വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഘൻ. നരനാഥ ന ജാനീമസ്ത്വൽപ്രിയാ യത് വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഘൻ. അല്ലയോ നരനാഥ രാജാവേ, അങ്ങയുടെ ഭാര്യ എന്താണ് വിചാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അല്ലയോ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ, വിവരിക്കാത്ത നിലത്ത് കിടക്കുന്നതായിട്ട് വിരിക്കാത്ത വിരിപ്പൊന്നും ഇടാത്ത ഭൂതലത്തിൽ നിലത്ത് കിടക്കുന്നതായിട്ട് അവളെ നോക്കൂ. ഭൂതലേ നിരവസ്ഥാരെ, ഭൂമിയിലെ വിരിക്കാത്ത സ്ഥലത്ത് നിലത്ത് ശയാനാം ശയിക്കുന്നതായിട്ട് പശ്യ നോക്കൂ. ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ, ശത്രുഘൻ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ, നരനാഥ രാജാവേ ന ജാനീമ സ്ത്വൽപ്രിയ അങ്ങയുടെ പ്രിയ ആ പത്നി എന്താണ് വിചാരിക്കുന്നത് എന്നറിയില്ല. യത് വ്യവസ്യതി എന്താണ് വിചാരിക്കുന്നത് എന്നറിയില്ല. ഇവിടെ ആ ഭൂമിയിൽ അവിടെ വിരിക്കാത്ത ആ നിലത്ത് അങ്ങനെ ശയിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്, നോക്കൂ പറയുകയാണ്. നരനാഥ ന ജാനീമസ്ത്വൽപ്രിയ യദ്വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഘൻ. പരുത്ത പദങ്ങൾ. ഹേ നരനാഥ, അലയോ രാജൻ, ത്വൽപ്രിയ അങ്ങയുടെ ഭാര്യ, യത് എന്താണ്, വ്യവസ്യതി വിചരിക്കുന്നതെന്ന്, ന ജാനീമഹ ഞങ്ങൾക്ക് അറിയില്ല. ഹേ ശത്രുഘൻ, അല്ലയോ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ, നിരവസ്താരേ വിവരിക്കാത്ത ഭൂതലേ, വിരിക്കാത്ത നിരവസ്താരേ എന്ന് പറഞ്ഞാൽ വിരിക്കാത്ത ഭൂതലേ വിരിക്കാത്ത നിലത്ത് ശയാനാം കിടക്കുന്നതായിട്ട് പശ്യ അവളെ നോക്കൂ. ഇവിടെ പറയാം. ഹേ നരനാഥ, അല്ലയോ രാജൻ, ത്വൽപ്രിയ അങ്ങയുടെ ഭാര്യ, യത് എന്താണ്, വ്യവസ്യതി വിചാരിക്കുന്നതെന്ന്, ന ജാനീമഹ ഞങ്ങൾക്കറിയില്ല. ഹേ ശത്രുഘൻ, അല്ലയോ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ, നിരവസ്താരേ വിരിക്കാത്ത ഭൂതലേ നിലത്ത് ശയാനാം കിടക്കുന്നതായിട്ട് പശ്യ അവളെ നോക്കൂ. അപ്പം അതിൻ്റെ അന്വയം. ഹേ നരനാഥ ത്വത്പ്രിയ യത് വ്യവസ്യതി ന ജാനീമഹ. ഹേ ശത്രുഘൻ, നിരവസ്താരേ ഭൂതലേ ശയാനാം പശ്യ. എന്നുകൂടി പറയാം. ഹേ നരനാഥ ത്വൽപ്രിയ യത് വ്യവസ്യതി ന ജാനീമഹ. ഹേ ശത്രുഘൻ, നിരവസ്താരേ ഭൂതലേ ശയാനാം പശ്യ. അല്ലയോ രാജാവേ, അങ്ങയുടെ ഭാര്യ എന്താണ് വിചാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അല്ലയോ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ, വിരിക്കാത്ത ആ നിലത്ത് കിടക്കുന്ന അവളെ ഒന്ന് നോക്കൂ. അല്ലയോ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനായിരിക്കുന്ന രാജാവേ, അങ്ങയുടെ പത്നിയുടെ വിചാരം എന്തെന്ന് ഞങ്ങൾക്ക് അറിവില്ല. അവൾ യാതൊന്നും വിരിക്കാത്ത വെറും നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടാലും സ്വപ്നാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ അപൂർണത തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, രാജാവേ, അങ്ങയുടെ പത്നി എന്ത് തീരുമാനിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ശത്രുനാശക, വീര, ഒന്നും വിരിക്കാത്ത നിലത്ത് കിടക്കുന്ന അവരെ ഒന്ന് നോക്കുക.
സ്വപ്നോത്ഥിതനായിരിക്കുന്ന ജീവന് അല്പനേരം ചിത്തം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ശരീരാവയവങ്ങളെല്ലാം സ്വാധീനങ്ങളും സുഖാവഹങ്ങളും ആയിരിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചു. സർവരക്ഷയെയും അന്വേഷിക്കുന്ന അമ്മയോ ഭർത്തൃവിശ്വാസമുള്ള പത്നിയോ ഇല്ലാതിരിക്കുന്ന പക്ഷം ആ ഗമന സാധനങ്ങളായിരിക്കുന്ന ചക്രാദികൾ ഇല്ലാത്ത വാഹനത്തിൽ എന്ന പോലെ ആ ഗൃഹത്തിൽ ദൈന്യത്തെ അനുഭവിച്ചുകൊണ്ട് ബുദ്ധിമാനായിരിക്കുന്ന ഏതെങ്കിലും ഒരുവൻ ഇരിക്കുമോ? അപ്പോൾ സർവ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന സാത്വികീ ബുദ്ധി ആണ് അമ്മ. ശരീരത്തിന് വേണ്ടുന്ന ഭോഗങ്ങളെ സമ്പാദിക്കുന്ന രാജസീ ബുദ്ധിയാണ് ഭാര്യ. അതാത് സമയത്തിൽ എൻ്റെ ബോധശക്തിയെ പ്രബലപ്പെടുത്തുന്നവളായിട്ട് ആ ദുഃഖസമുദ്രത്തിൽ മഗ്നമാകുന്ന സമയത്തൊക്കെ എന്നെ ഏതൊരുവൾ അതിൽ നിന്നും കയറ്റിവിടുന്നുവോ ആ പ്രിയതമ എവിടെയിരിക്കുന്നു? അപ്പോൾ സ്ത്രീകൾ പറയുകയാണ്, ഹേ പുരുഷശ്രേഷ്ഠ, അങ്ങയുടെ ഭാര്യ എന്തു ചെയ്യുവാനാണ് ഭാവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വെറും നിലത്തിൽ ഇതാ ഇവിടെ കിടക്കുന്നു, അതിനെ അങ്ങൊന്ന് നോക്കുക. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ കിം ചയാ ദുഃഖാർണവാൻമാ ഉദ്ധരത്തെ സാ ലലനാ കാസ്തി. കിം ച എന്നാൽ യാ സമുദ്ധരത്തെ ദുഃഖാർണവത്തിൽ നിന്നും സമുദ്ധരിക്കുന്ന സാലന ആ സ്ത്രീരത്നം ക്വാസ്തി എവിടെയാണ്? കിംജ യാ ദുഃഖാർണവാൻമാം ഉദ്ധരത്തെ ദുഃഖാർണവത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന സാലന ആ പത്നി എവിടെയാണ്? ക്വാസ്തി എന്ന് ചോദിച്ചിട്ട് ഏവം ശ്രുത്വാ ദാസ്യ ഊചു. ഇത് കേട്ടിട്ട് ആ ദാസിമാർ പറയുകയാണ്, ഹേ നരനാഥ, അല്ലയോ രാജാവേ, തത്ര പ്രിയ, അങ്ങയുടെ പ്രിയപ്പെട്ടവൾ യദ്വ്യവസ്യതി എന്ത് വിചാരിക്കുന്നു എന്ന് തത് വയം ന ജാനീമഹ എന്ത് വിചാരിക്കുന്നു എന്നറിയില്ല. ഹേ നരനാഥ, അല്ലയോ രാജാവേ, തവ പ്രിയ, അങ്ങയുടെ പ്രിയപ്പെട്ടവൾ യദ്വ്യവസ്യതി എന്താണ് വിചാരിക്കുന്നത് എന്ന് തത് വയം ന ജാനീമ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഭൂതലേ ശയാനാം താം പശ്യ, ആ ഭൂമിയിൽ ശയിക്കുന്ന അവളെ ഒന്ന് നോക്കൂ പറയുക. ഒന്നും കൂടി പറയാം. അപ്പോൾ കിംജയാ ദുഃഖാർണവാൻമാം ഉദ്ധരത്തെ സാ ലലനാക്വാസ്തി ഏവം ശ്രുത്വാ ദാസ്യഃ ഊചുഃ ഹേ നരനാഥ തവ പ്രിയ യദ്വ്യവസ്ഥിതി തത് വയം ന ജാനീമഃ ഭൂതലേ ശയാനാം താം പശ്യ എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ കിടക്കുന്ന അവളെ നോക്കൂ. അപ്പോൾ നാരദൻ പറയുകയാണ്, നാരദ ഉവാച അടുത്ത ശ്ലോകത്തിൽ, പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യ അവധൂതാം ഭുവി തൽ സംഗോന്മഥിതജ്ഞാനോ വൈക്ലവ്യം പരമം യയൗ. പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യാവധുതാം ഭുവി തത് സംഗോന്മഥിതജ്ഞാനോ വൈക്ലവ്യം പരമം യയൗ. അദ്ദേഹം ശ്രദ്ധിക്കാതെ നിലത്ത് കിടക്കുന്ന ആ തൻ്റെ പത്നിയെ കണ്ടിട്ട് അവളുടെ ആ സംസർഗത്താൽ കലങ്ങിയ മനസ്സോടെ ആ പുരഞ്ജനൻ വല്ലാത്ത ഒരു അവശത പ്രാപിച്ചു. പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യ അവധൂതാം. പുരഞ്ജനൻ ആ സ്വന്തം പത്നിയെ കണ്ടിട്ട് എങ്ങനെയുള്ള മഹിഷിയെ അവധുതാം നിരീക്ഷ്യ അവധുതാം ഭുവി ദേഹം ശ്രദ്ധിക്കാതെ ആ ഭുവി നിലത്ത് കിടക്കുന്ന ആ സ്വന്തം പത്നിയെ നിരീക്ഷ്യ കണ്ടിട്ട് തത് സംഗോന്മഥിതജ്ഞാനോ അവളുടെ ആ സംസർഗത്താൽ കലങ്ങിയ മനസ്സോടെ വൈക്ലവ്യം ആ പുരഞ്ജനൻ
പരമം വൈക്ലവ്യം, വല്ലാത്ത ആ അവശത പ്രാപിച്ചു. യയൗ, അവശതയെ പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവധുതാം എന്ന് പറഞ്ഞാൽ ദേഹം ശരി. അപ്പം പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യ അവധുതാം എന്നാണ്. നിരീക്ഷ്യാവധുതാം ഭുവി എന്നുള്ളതാണ് ഇത്തെ പദം. പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യാവധുതാം ഭുവി. അവധുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം ശ്രദ്ധിക്കാതെ ഭുവി നിലത്ത് കിടക്കുന്ന സ്വമഹിഷീം തൻ്റെ പത്നിയെ നിരീക്ഷ്യ കണ്ടിട്ട്, തൽസംഗോന്മഥിതജ്ഞാനഃ അവളുടെ സംസർഗത്താൽ കലങ്ങിയ മനസ്സോടെ, പുരഞ്ജനഃ ആ പുരഞ്ജനൻ, പരമം വല്ലാത്ത വൈക്ലവ്യം അവശതയെ യയൗ പ്രാപിച്ചു. അപ്പോൾ ആ ശരീരത്തിന് ആ പദത്തെ അന്വയം വന്നിട്ട് അവധുതാം ഭുവി സ്വമഹിഷീം നിരീക്ഷ്യ തൽസംഗോന്മഥിതജ്ഞാനഃ പുരഞ്ജനഃ പരമം വൈക്ലവ്യം യയൗ. എന്നും കൂടി പറയാം. അവധുതാം ഭുവി സ്വമഹിഷീം നിരീക്ഷ്യ തൽസംഗോന്മഥിതജ്ഞാനഃ പുരഞ്ജനഃ പരമം വൈക്ലവ്യം യയൗ. അദ്ദേഹം ശ്രദ്ധിക്കാതെ നിലത്ത് കിടക്കുന്ന തൻ്റെ പത്നിയെ കണ്ടിട്ട് അവളുടെ ആ സംസർഗത്താൽ കലങ്ങിയ മനസ്സോടെ ആ പുരഞ്ജനൻ വല്ലാത്ത അവശതയെ പ്രാപിച്ചു. ശരീരത്തിന് ക്ഷതം സംഭവിക്കുമാറ് നിലത്ത് കിടക്കുന്ന ആ സ്വപത്നിയെ കണ്ട് ആ പുരഞ്ജനൻ അവളുടെ സമ്പർക്കം ഹേതുവായിട്ട് ബോധം നശിച്ച് വല്ലാതെ പരവശൻ ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തെ തീരെ വകവയ്ക്കാതെ വെറും നിലത്ത് കിടക്കുന്ന തൻ്റെ പത്നിയെ കണ്ടിട്ട് പുരഞ്ജനൻ പ്രജ്ഞ നഷ്ടപ്പെട്ടവനെ പോലെ ഏറെ ദുഃഖം പ്രാപിച്ചു. അപ്പോൾ സർവ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന സാത്വികീ ബുദ്ധി ആ അമ്മ, ശരീരത്തിന് വേണ്ടുന്ന ഭോഗങ്ങളെ സമ്പാദിക്കുന്ന രാജസീ ബുദ്ധിയായിരിക്കുന്ന ഭാര്യ, അതാത് സമയത്തിൽ എൻ്റെ ബോധശക്തിയെ പ്രബലപ്പെടുത്തുന്നവളായിട്ട് ദുഃഖസമുദ്രത്തിൽ മഗ്നമാകുന്ന സമയത്തൊക്കെ എന്നെ ഏതൊരുവൾ അതിൽ നിന്നും കയറ്റിവിടുന്നുവോ ആ പ്രിയതമ എവിടെയിരിക്കുന്നു? സ്ത്രീകൾ പറയുന്നു, ഏ പുരുഷശ്രേഷ്ഠ, അങ്ങയുടെ ഭാര്യ എന്തു ചെയ്യുവാനാണ് ഭാവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വെറും നിലത്ത് ഇതാ കിടക്കുന്നു, അതിനെ അങ്ങ് നോക്കുക. ഭാര്യയെ അസ്വസ്ഥമായി ആക്കിയ ആ ശത്രുക്കളെ സംഹരിപ്പാൻ അങ്ങൊന്ന് സമർത്ഥനാണല്ലോ. സ്വപ്നാനന്തരം ബുദ്ധിക്കുള്ള ഔദാസീന്യത്തെയും ഇന്ദ്രിയവൃത്തികളുടെ ശൈഥില്യത്തെയും കാണിച്ചിരിക്കുകയാണ്. നാരദൻ പറയുകയാണ്, വെറും നിലത്ത് കിടക്കുന്ന ഭാര്യയെ കണ്ടപ്പോൾ തന്നെ അവളുടെ സാന്നിധ്യ നിമിത്തമുണ്ടായ മോഹത്താൽ തനിക്ക് സ്വഭാവസിദ്ധമായിരിക്കുന്ന ജ്ഞാനം നശിക്കുകയും ഏറ്റവും വ്യാകുലതയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഭൂതലേ ശയാനാം താം പശ്യ, ആ ഭൂമിയിൽ ശയിക്കുന്ന അവളെ കണ്ടിട്ട് നാരദ ഉവാച തഥാ പുരഞ്ജനഃ, അപ്പോൾ ആ പുരഞ്ജനൻ സ്വമഹിഷീം നിരീക്ഷ്യ, സ്വന്തം ആ പത്നിയെ നിരീക്ഷിച്ചിട്ട് തൽ സങ്കേന വ്യാകുലതാം, അവളുമായിട്ട് സങ്കൽ ചെയ്യുവാനുള്ള വ്യാകുലതയെ പ്രാപിച്ചു. അപ്പോൾ ഇവിടെ ഭൂതലേ ശയാനാം താം പശ്യ, ആ ഭൂതലത്തിൽ ശയിക്കുന്ന അവളെ കണ്ടിട്ട്, അവളെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറയുകയാണ്, നാരദ ഉവാച തഥാ പുരഞ്ജനഃ, അപ്പോൾ ആ പുരഞ്ജനൻ സ്വമഹിഷീം നിരീക്ഷ്യ, സ്വന്തം പത്നിയെ നിരീക്ഷിച്ചിട്ട് തത് സംഗേന, അവളുമായിട്ടുള്ള സംഘം കൊണ്ട് വ്യാകുലതാം പ്രാപ്യ, വ്യാകുലതയെ പ്രാപിച്ചു. അപ്പോൾ ഭൂതലേ ശയാനാം താം പശ്യ നാരദ ഉവാച തഥാ പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യ തൽ സംഗേന വ്യാകുലതാം പ്രാപ്യ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം, സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാച ഹൃദയേന വിദൂയത പ്രേയസ്യാ സ്നേഹസംരംഭലിംഗമാത്മനി നാഭ്യഗ. സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാച ഹൃദയേന വിദൂയത പ്രേയസ്യാ സ്നേഹസംരംഭലിംഗമാത്മനി നാഭ്യഗ. അപ്പോൾ ആ വേദനിക്കുന്ന ആ മനസ്സോടെ, വിദൂയത ഹൃദയേന, വേദനിക്കുന്ന മനസ്സോടെ മൃദുവായിട്ടുള്ള വാക്കുകളെ കൊണ്ട് സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട് ആ തന്നിൽ ആ പത്നിക്കുണ്ടായിരിക്കുന്ന
പ്രേമത്തിന് ഭംഗം വന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പ്രേയസ്യാ സ്നേഹസംരംഭ ലിംഗം ആത്മനി നാഭ്യഗാ, അതിനെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാച, അവളെ സാന്ത്വനിപ്പിച്ചു. എങ്ങനെ? ശ്ലക്ഷ്ണയാ വാച, മൃദുവായിട്ടുള്ള വാക്കുകളെ കൊണ്ട് സാന്ത്വനിപ്പിച്ച്, ഹൃദയേന വിദൂയത, മനസ്സോടെ വേദനിക്കുന്ന അവളെ സാന്ത്വയ, മൃദുവായിട്ട് ഉള്ള വാക്കുകളെ കൊണ്ട്, വാചാ ശ്ലക്ഷ്ണയ പ്രേയസ്യ, ആ പത്നിക്കുണ്ടായിരിക്കുന്ന സ്നേഹസംരംഭലിംഗമാത്മനി, സ്നേഹസംരംഭലിംഗം പ്രേമത്തിന് ഭംഗം വന്നതിൻ്റെ കാരണം നാഭ്യഗാത് കണ്ടെത്തിയില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത പദങ്ങളെ വിദൂയത വേദനിക്കുന്ന, ഹൃദയേന മനസ്സോടെ, ശ്ലക്ഷ്ണയ മൃദുവായ, വാച വാക്കുകൾ കൊണ്ട്, സാന്ത്വയൻ സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട്, ആത്മനി തന്നിൽ, പ്രേയസ്യാഹ പത്നിക്കുണ്ടായിരിക്കുന്ന സ്നേഹസംരംഭലിംഗം പ്രേമത്തിന് ഭംഗം വന്നതിൻ്റെ കാരണം ന അഭ്യഗാത് കണ്ടെത്തിയില്ല. ഇതുകൂടി പറയാം. വിദൂയത എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന, ഹൃദയേന മനസ്സോടെ, ശ്ലക്ഷ്ണയ മൃദുവായ, വാച വാക്കുകൾ കൊണ്ട്, സാന്ത്വയൻ സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട്, ആത്മനി തന്നിൽ, പ്രേയസ്യ പത്നിക്കുണ്ടായിരിക്കുന്ന ആ സ്നേഹസംരംഭലിംഗ പ്രേമത്തിന് ഭംഗം വന്നതിൻ്റെ കാരണം ന അഭ്യഗാത് കണ്ടെത്തിയില്ല. വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയവനായ ആ പുരഞ്ജനൻ അവളെ സ്നേഹപൂർണമായ വാക്യങ്ങളാൽ സമാശ്വസിപ്പിക്കുവാൻ തുടങ്ങി. അവളിൽ ദൃശ്യമായിരിക്കുന്ന പ്രണയകലഹത്തിൻ്റെ ലക്ഷണങ്ങൾ പുരഞ്ജനൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. ഇവിടങ്ങളിലെല്ലാം ആ വാഗ്വിലാസം പോലെ വ്യംഗ്യാർത്ഥം പറയാം. കഥാഘടനയുടെ കണ്ണികളായിട്ട് പരിഗണിച്ചാലും തെറ്റില്ല. അപ്പോൾ അദ്ദേഹം ആ വ്യസനാക്രാന്തം ആയിരിക്കുന്ന ഹൃദയത്തോടെ, ആ സ്നേഹമയമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ച്, അവളുടെ ആ പ്രണയകലഹത്തിൻ്റെ സൂചകമായിരിക്കുന്ന അനിഷ്ട പ്രവൃത്തിയെ കാര്യമാക്കിയില്ല. അപ്പോൾ ഭാര്യയെ ശത്രുക്കളെ സംഹരിപ്പാൻ, അപ്പോൾ സ്വപ്നാനന്തരം ആ ബുദ്ധി പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, വെറും നിലത്ത് കിടക്കുന്ന ഭാര്യയെ കണ്ടപ്പോൾ തന്നെ അവളുടെ സാന്നിധ്യ നിമിത്തമുണ്ടായിരിക്കുന്ന മോഹത്താൽ തനിക്കും സ്വഭാവസിദ്ധമായിരിക്കുന്ന ജ്ഞാനം നശിക്കുകയും ഏറ്റവും വ്യാകുലമായി പ്രാപിക്കുകയും ചെയ്തു. സർവജ്ഞത്വാദി സ്വഭാവസിദ്ധ ധർമ്മങ്ങളിൽ നിന്ന് ആ ജീവന് പതനം ഉണ്ടാകുവാൻ കാരണം ആ രാജസീ ബുദ്ധിയുടെ ചേർച്ചയാണെന്നതാണ് പല പ്രാവശ്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ജന്മമരണാദി സംസാര കാരണമായിരിക്കുന്ന രാജസംഘത്തെ ഉപേക്ഷിപ്പാൻ മനസ്സിരുത്തണം എന്ന് ബോധിപ്പിക്കുവാൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വെറും നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ രാജഹൃദയം ചലിച്ചു. മൃദുവചനത്താൽ സമാധാനപ്പെടുത്തുവാൻ ആരംഭിച്ചു. പ്രിയഭാര്യയുടെ പ്രണയകലഹ കാരണം എന്താണെന്ന് ധരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാചാ ഹൃദയേന വിദൂയത പ്രേയസ്യാ സ്നേഹസംരംഭ ലിംഗമാത്മനി അഭ്യഗാത്. അപ്പോൾ വിദൂയത വേദനിക്കുന്ന ഹൃദയേന മനസ്സോടെ, ശ്ലക്ഷ്ണയ മൃദുവായിരിക്കുന്ന, വാച വാക്കുകൊണ്ട്, സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട്, ആത്മനി തന്നിൽ, പ്രേയസ്യാഹ പത്നിക്കുണ്ടായിരിക്കുന്ന സ്നേഹസംരംഭലിംഗം പ്രേമത്തിന് ഭംഗം വന്നതിൻ്റെ കാരണം ന അഭ്യഗാത് കണ്ടെത്തിയില്ല എന്നതാണ് പറഞ്ഞത്. ഇതിൽ തന്വയം വന്നിട്ട് വിദൂയതാ ഹൃദയേന ശ്ലക്ഷ്ണയാ വാച സാന്ത്വയൻ ആത്മനി പ്രേയസ്യാഹ സ്നേഹസംരംഭലിംഗം ന അഭ്യഗാത്. ഒന്നും കൂടി. വിദൂയതാ ഹൃദയേന ശ്ലക്ഷ്ണയാ വാച സാന്ത്വയൻ ആത്മനി പ്രേയസ്യാഹ സ്നേഹസംരംഭലിംഗം ന അഭ്യഗാത്. വേദനിക്കുന്ന മനസ്സോടെ ആ മൃദുവായ വാക്കുകൾ കൊണ്ട് സാന്ത്വനപ്പെടുത്തുന്നവനായിട്ട്
തന്നിൽ പത്നിക്കുണ്ടായിരിക്കുന്ന ആ പ്രേമത്തിന് ഭംഗം വന്നതിൻ്റെ കാരണം കണ്ടെത്തിയില്ല. വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയവനായിരിക്കുന്ന പുരഞ്ജനൻ അവളെ സ്നേഹപൂർണമായ വാക്യങ്ങളാൽ സമാശ്വസിപ്പിക്കുവാൻ തുടങ്ങി. അവളിൽ ദൃശ്യമായിരിക്കുന്ന പ്രണയകലഹത്തിൻ്റെ ലക്ഷണങ്ങൾ പുരഞ്ജനൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. പറഞ്ഞു. അപ്പോൾ ഇവിടെ അതിൽ വ്യാഖ്യാനത്തിൽ വന്നിട്ട് താം സാന്ത്വയിത്വാ തസ്യാഹ, അവളെ സാന്ത്വനിപ്പിച്ചു. തസ്യാഹ പാദൗ സ്പൃഷ്ടാ താം ഉത്സംഗം ആരോപ്യോ. അപ്പോൾ തൽസംഗേന വ്യാകുലം പ്രാപ്യ എന്നിട്ട് താം സാന്ത്വയിത്വ, അവളെ സാന്ത്വനിപ്പിച്ചു. അവളെ സാന്ത്വനിപ്പിച്ചു എന്നുള്ളത് മാത്രമേ പറയൂ. താം സാന്ത്വയിത്വ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 20-ാമത്തെ. അനുനിന്യേധ ശനകേർ വീരോനുനയഗോവിദ പസ്പർശ പാദയുഗളമാഹ ചോത്സംഗലാളിതാം. അനുനിന്യേധ ശനകേർ വീരോനുനയഗോവിദ പസ്പർശപാദയുഗളമാഹ ചോത്സംഗലാളിതാം. അപ്പോൾ പിന്നെ ആ സാന്ത്വനപ്പെടുത്താൻ മിടുക്കേറിയിരിക്കുന്ന ആ വീരൻ മെല്ലെ മെല്ലെ അവളെ സമാധാനിപ്പിച്ച് 2 കാലും പിടിച്ച് മടിയിലിരുത്തി തലോടിക്കൊണ്ട് പറയാൻ തുടങ്ങി. അനുനിന്യേ സമാധാനിപ്പിച്ചു. അനുനിന്യേധ പിന്നെ സമാധാനിപ്പിച്ചു. ശനകേർ വീരോനുനയഗോവിദ, മെല്ലെ മെല്ലെ ആ വീരോനുനയഗോവിദ വീരൻ മെല്ലെ മെല്ലെ ആ അനുനയ വാക്കുകളെ കൊണ്ട് സാന്ത്വനപ്പെടുത്താൻ മിടുക്കേറിയ ആ വീരൻ മെല്ലെ മെല്ലെ അനുനിന്യേ അവളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പസ്പർശ പാദയുഗളം, ആ അവളുടെ 2 കാലും പിടിച്ച് ഉത്സംഗലാളിത മടിയിലിരുത്തി തലോടിക്കൊണ്ട് ആഹ പറയാൻ തുടങ്ങി. അപ്പോൾ സാന്ത്വന വാക്കുകളെ കൊണ്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അവളുടെ ആ കാലുകളെടുത്ത് മടിയിൽ വെച്ചിട്ട് അവളോട് ഇപ്രകാരം പറയാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം പദങ്ങൾ നോക്കാം. ശ്ലോകം. അനുനിന്യേധ ശനകേർ വീരോനുനയഗോവിദ പസ്പർശ പാദയുഗളമാഹ ചോത്സംഗലാളിതാം. അഥ എന്ന് പറഞ്ഞാൽ പിന്നെ അനുനയഗോവിദ സാന്ത്വനപ്പെടുത്താൻ മിടുക്കേറിയ വീരഹ ആ വീരൻ ശനകൈഹി മെല്ലെ മെല്ലെ അനുനിന്യേ സമാധാനിപ്പിച്ചു. പാദയുഗളം 2 കാലും പസ്പർശ പിടിച്ചു. ഉത്സംഗലാളിത മടിയിലിരുത്തി തലോടിക്കൊണ്ട് ആഹച്ച പറവാൻ തുടങ്ങി. എന്നുകൂടി പറയാം. അഥ പിന്നെ അനുനയകോവിദ സാന്ത്വനപ്പെടുത്താൻ മിടുക്കേറിയ വീരഹ ആ വീരൻ ശനകൈഹി മെല്ലെ മെല്ലെ അനുനിന്യേ സമാധാനിപ്പിച്ച് പാദയുഗളം 2 കാലും പസ്പർശ പിടിച്ച് ഉത്സംഗലാളിതാഹ മടിയിലിരുത്തി തലോടിക്കൊണ്ട് ആഹച പറവാൻ തുടങ്ങി. പരുത്ത അന്വയം. ആഥ അനുനയകോവിദ വീരഹ ശനകൈഹി അനുനിന്യേ പാദയുഗളം പസ്പർശ ഉത്സംഗലാളിതം ആഹച. എന്നും കൂടി പറയാം. അഥ അനുനയകോവിദ വീരഹ ശനകൈഹി അനുനിന്യേ പാദയുഗളം പസ്പർശ ഉത്സംഗലാളിതം ആഹച. പിന്നെ ആ സാന്ത്വനപ്പെടുത്തുവാൻ മിടുക്കേറിയിരിക്കുന്ന ആ വീരൻ മെല്ലെ മെല്ലെ ആ സമാധാനിപ്പിച്ചു. എന്നിട്ട് 2 കാലും പിടിച്ച് തൻ്റെ മടിയിലിരുത്തി തലോടിക്കൊണ്ട് പറയാൻ തുടങ്ങി. സമാധാനിപ്പിക്കുവാൻ സമർത്ഥനായിരിക്കുന്ന അദ്ദേഹം അവളെ സാവധാനത്തിൽ സമാശ്വസിപ്പിച്ചു. അവരുടെ കാൽ പിടിച്ചെടുത്ത് മടിയിൽ വെച്ച് ലാളിച്ച് ഇപ്രകാരം പറയുകയും ചെയ്തു. അനുനയാദികളാൽ ആശ്വസിപ്പിക്കുന്നതിൽ സമർത്ഥനായിരിക്കുന്ന അദ്ദേഹം അവളെ പതുക്കെ സാന്ത്വനിപ്പിച്ചു. കാലിടിക്കുകയും മടിയിൽ വെച്ച് ലാളിച്ച് അവളോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ സർവജ്ഞൻ പറഞ്ഞത് അപ്പോൾ
വചനത്താൽ ആ സമാധാനപ്പെടുത്താൻ ആരംഭിച്ചു. അങ്ങനെ ആ പ്രിയഭാര്യയുടെ പ്രണയകലഹ കാരണം എന്താണെന്ന് ധരിച്ചില്ല. വശീകരിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ആ രാജാവ് ക്രമത്തിൽ അവളെ സ്വാധീനയാക്കി. എങ്ങനെയെല്ലാം എന്നാൽ ആദ്യമായിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ച് പിന്നെ മടിയിലിരുത്തി ഈ വിധം പറയാൻ തുടങ്ങി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്യാഖ്യാനം വന്നിട്ട് പാദോ സ്പൃഷ്ട്വാ താമുത്സംഗം. അപ്പൊ സാന്ത്വയിത്വ അവളെ ആശ്വസിപ്പിച്ചിട്ട്, താൻ സാന്ത്വയിത്വ അവളെ ആശ്വസിപ്പിച്ചിട്ട്, തസ്യാഹ അവളുടെ പാദങ്ങൾ സ്പൃഷ്ട്വ എടുത്ത്, താമുത്സംഗം തന്റെ മടിയിൽ വെച്ച്, ആരോപ്യോ വാച പറയാൻ തുടങ്ങി. താം സാന്ത്വയിത്വ തസ്യാ പാദോ സ്പൃഷ്ട്വ അവളെ സാന്ത്വനിപ്പിച്ചിട്ട് അവരുടെ പാദങ്ങളെ തൻ്റെ മടിയിൽ വെച്ച്, സ്പൃഷ്ട്വ താമത്സംഗം ആരോപ്യ ഇരുത്തി, അവളോട് ആരോപ്യോ വാച അവളോട് പറയാൻ തുടങ്ങി. അതൊക്കെ വ്യാഖ്യാനം താം സാന്ത്വയിത്വ തസ്യാഹ പാദോ സ്പൃഷ്ട താം ഉത്സംഗം ആരോപ്യോ വാച അതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 21ാമത്തെ ശ്ലോകം. നൂനം ത്വകൃതപുണ്യാസ്തേ ഭൃത്യായേഷീശ്വരാശുഭേ കൃതാഗസ്വാത്മസാൽ കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. നൂനം ത്വകൃതപുണ്യാസ്തേ ഭൃത്യായേഷീശ്വരാശുഭേ കൃതാഗസ്വാത്മസാൽ കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. അല്ലയോ ശുഭേ, ശുഭയായിരിക്കുന്നവളെ, ആ യജമാന്മാർ ആ സ്വന്തക്കാരെന്ന് കരുതി ഏത് കുറ്റവാളികളിൽ ശിക്ഷ എന്ന ദണ്ഡത്തെ പ്രയോഗിക്കുന്നില്ലയോ, അങ്ങനെയുള്ള ഭൃത്യന്മാർ ഭാഗ്യഹീനന്മാരാണ്, തീർച്ചയാണ്. അല്ലയോ ശുഭേ, അല്ലയോ ശുഭേ, ശുഭേ യജമാനന്മാർ ആ സ്വന്തക്കാരെന്ന് കരുതിയിട്ട്, യജമാനന്മാർ ആത്മസാത് കൃത്വ സ്വന്തക്കാരെന്ന് കരുതിയിട്ട് ഏത് കുറ്റവാളി ആ ശിക്ഷ എന്ന ദണ്ഡത്തെ പ്രയോഗിക്കുന്നില്ലയോ, സ്വന്തക്കാരാണെന്ന് കരുതിയിട്ട് ആ യജമാന്മാരെ ശിക്ഷ എന്ന ദണ്ഡത്തെ പ്രയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭൃത്യന്മാർ ഭാഗ്യഹീനരാണ്, തീർച്ച എന്നുള്ളതാണ് പറയുന്നത്. നൂനം ത്വകൃത പുണ്യാസ്തേ ഭൃത്യായേഷീശ്വരാശുഭേ കൃതാഗസ്വാത്മനാൽ കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. ഹേ ശുഭേ, അലയോ ശുഭേ, ഈശ്വരാഹ യജമാനന്മാർ ആത്മസാത് കൃത്വാ സ്വന്തക്കാരെന്ന് കരുതി, യേഷു ഏത് കൃതാഗസ്സു കുറ്റവാളികളിൽ ശിക്ഷാദണ്ഡം ശിക്ഷ എന്ന ദണ്ഡത്തെ ന യുഞ്ജതേ പ്രയോഗിക്കുന്നില്ലയോ. അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തേ ആ ഭൃത്യാഹ തു ഭൃത്യന്മാരാകട്ടെ അകൃതപുണ്യാഹ ഭാഗ്യഹീനന്മാരാണ്, നൂനം തീർച്ച. എന്നുകൂടി പറയാം. ഹേ ശുഭേ, അല്ലയോ ശുഭേ, ഈശ്വരാഹ യജമാന്മാർ ആത്മസാൽ കൃത്വാ സ്വന്തക്കാരെന്ന് കരുതി, യേഷു ഏത് കൃതാഗസ്സു കുറ്റവാളികളിൽ ശിക്ഷാദണ്ഡം ശിക്ഷ എന്ന ദണ്ഡത്തെ നയുഞ്ജതേ പ്രയോഗിക്കുന്നില്ലയോ, തേ ആ ഭൃത്യാഹ തു ഭൃത്യന്മാരാകട്ടെ ഭൃത്യരാകട്ടെ അകൃതപുണ്യാഹ ഭാഗ്യഹീനരാണ്, നൂനം തീർച്ച. തന്വയം ഹേ ശുഭേ ഈശ്വരാഹ ആത്മസാൽകൃതം യേഷു കൃതാഗസ്സു ശിക്ഷാദണ്ഡം നയുഞ്ജതേ തേ ഭൃത്യഃ തു അകൃതപുണ്യാഹ നൂനം. എന്നുകൂടി പറയാം. ഹേ ശുഭേ ഈശ്വരാഹ ആത്മസാൽകൃത്വാ യേഷു കൃതാഗസ്സു ശിക്ഷാദണ്ഡം നയുഞ്ജതേ തേ ഭൃത്യാഹ തു അകൃതപുണ്യാഹ നൂനം. അല്ലയോ ശുഭേ യജമാന്മാർ സ്വന്തക്കാരെന്ന് കരുതി ഏത് കുറ്റവാളികളിൽ ശിക്ഷ എന്ന ദണ്ഡത്തെ പ്രയോഗിക്കുന്നില്ലയോ, ആ ഭൃത്യന്മാരാകട്ടെ ഭാഗ്യഹീനരാണെന്ന് തീർച്ചയാണ്. അല്ലയോ ശുഭേ തെറ്റു ചെയ്ത ഭൃത്യരെ യജമാനന്മാർ
ശിക്ഷിക്കുന്നില്ലെങ്കിൽ ആ ഭൃത്യന്മാർ പുണ്യഹീനന്മാരാണെന്ന് പറയും. തെറ്റു ചെയ്ത ഭൃത്യരെ യജമാനന്മാർ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ആ ഭൃത്യന്മാർ പുണ്യഹീനരാണ്. അല്ലയോ സുന്ദരി, യജമാനന്മാർ ശിക്ഷിക്കുകയെന്ന് ഭൃത്യർക്ക് വലിയ അനുഗ്രഹമാണ്. അത്തരം ശിക്ഷ ബന്ധുലക്ഷണമാണെന്ന് അറിയാതെ അതിൽ അമർഷം കൊള്ളുന്നവൻ അജ്ഞനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹേ ശുഭേ, അല്ലയോ ശുഭേ, ഈശ്വരാഹ, യജമാന്മാർ അത് പറഞ്ഞു, അത് അന്വയം പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഹേ സുന്ദരി, ഭൃത്യന്മാർ അപരാധം ചെയ്യുമ്പോൾ ഇവിടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു, പിന്നെ മടിയിലെടുത്തിരുത്തി ജീവിതം പറയാൻ തുടങ്ങി. ഹേ ഭദ്രേ, ഏതൊരു ഭൃത്യന്മാർ കുറ്റം ചെയ്തിരിക്കുന്ന സമയം അവരുടെ സ്വാമികൾ അവരെക്കുറിച്ച് ആത്മീയന്മാർ എന്ന് വിചാരിച്ച് തൽക്ഷണം ദണ്ഡിക്കാതിരിക്കുന്നുവോ ആ ഭൃത്യന്മാർ പുണ്യമില്ലാത്തവർ തന്നെ നിശ്ചയം. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുരഞ്ജനൻ പറയാണ്, ഹേ സാധു, അല്ല ഹേ സുഭ്രൂ, അല്ലയോ ശുഭയായിട്ടുള്ളവളെ സുഭ്രൂ, അകൃതപുണ്യാഹ, ഭാഗ്യഹീനന്മാരാണ്, ഖലു തേ ഭൃത്യായേഷു, ആ ഭൃത്യന്മാർക്ക് കൃതാപരാധേഷ്വപി പ്രഭവ ശിക്ഷാപ്രയോജനം ദണ്ഡം ന പ്രയുഞ്ജതേ. ഏതു അഭൃത്യന്മാർക്ക് അപരാധം ചെയ്തിട്ട് കൃതാപരാധേഷ്വപി ചെയ്തിട്ട് കൂടി പ്രഭാവമില്ലാതെ കണ്ട് അശിക്ഷാപ്രയോജനമായിരിക്കുന്ന ദണ്ഡത്തെ ന പ്രയുഞ്ജതേ ചെയ്യുന്നില്ലയോ. കൃതാപരാധേഷ്വപി പ്രഭവ, അങ്ങനെയുള്ള ഭൃത്യന്മാർക്ക് ശിക്ഷാപ്രയോജനം ദണ്ഡം ന പ്രയുഞ്ജതേ, ശിക്ഷാപ്രയോജനമായിരിക്കുന്ന ദണ്ഡത്തെ നൽകുന്നില്ലയോ. അവര് അകൃത പുണ്യാഹ, അവര് ഭാഗ്യഹീനന്മാരാണെന്ന് പറഞ്ഞു. പുരഞ്ജന ഉവാച, ഹേ സുഭ്രു, അല്ലയോ ശുഭേ, അകൃത പുണ്യാഹ ഖലു തേ, അകൃത പുണ്യന്മാരാണ്. കാരണം അവര് തേ ഭൃത്യാഹ, ആ ഭൃത്യന്മാര് യേശു കൃതാപരാധേഷ്വപി, അവർ ചെയ്തിരിക്കുന്ന അപരാധങ്ങൾ കൊണ്ട് പ്രഭവന്മാരാണെങ്കിൽ പോലും ശിക്ഷാപ്രയോജനമായിരിക്കുന്ന ദണ്ഡം ന പ്രയുഞ്ജതേ, ദണ്ഡത്തെ ചെയ്തിട്ടില്ലെങ്കിൽ അവര് അകൃത പുണ്യാഹ, അവര് ഭാഗ്യഹീനന്മാരാണെന്ന് പറയണം. പുരഞ്ജന ഉവാച, ഹേ സുഭ്രു, അകൃത പുണ്യാഹ ഖലു തേ ഭൃത്യാ യേഷു കൃതാപരാധേഷ്വപി പ്രഭവ ശിക്ഷാപ്രയോജനം ദണ്ഡം ന പ്രയുഞ്ജതേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.